ഹായ് എവ്രി വൺ. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കുന്നത് നമ്മുടെ CMA ഇൻ്റർമീഡിയറ്റ് എക്സാം ജൂൺ 2025 എക്സാംസിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് ഞാൻ പറയുന്നത്. അതായത് നമ്മുടെ ഈ പറഞ്ഞ എക്സാമിന് വേണ്ടിയിട്ട് CMAയുടെ ഇൻ്റർമീഡിയറ്റ് എക്സാമിന് വേണ്ടി ഇനി വളരെ കുറച്ച് ഒരു 2 മന്ത്സും പിന്നെ വളരെ കുറച്ച് ദിവസങ്ങളും മാത്രമാണുള്ളത്. സോ ഇപ്പോഴേ നമ്മൾ പ്രിപ്പറേഷൻസ് തുടങ്ങിയില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ എക്സാംസ് നമ്മൾ വിചാരിക്കുന്ന രീതിയിലേക്ക് നമുക്ക് എത്തിക്കാൻ പറ്റില്ല. സോ നമ്മൾ ഇതുവരെ ഫെയിലായതുപോലെ ഇനിയും അത് റിപ്പീറ്റ് ചെയ്യും. സോ ആ ഒരു സിറ്റുവേഷൻ ഉണ്ടാവാൻ പാടില്ല. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്, ഈ വരുന്ന അറ്റംപ്റ്റിൽ നമുക്ക് എക്സാംസ് ക്ലിയർ ചെയ്തേ മതിയാവൂ. ആ ഒരു ഒറ്റ ഇൻറ്റൻഷനോട് കൂടി വേണം നിങ്ങളുടെ പ്രിപ്പറേഷൻസ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യാൻ. ഇതുവരെ തുടങ്ങിയിട്ടില്ലെങ്കിലും പ്രശ്നമില്ല, ഇനിയും സഫീഷ്യൻറ്റ് ടൈമുണ്ട് സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ ഇതുവരെ തുടങ്ങിയവരായാലും തുടങ്ങാത്തവരായാലും ആർക്കായാലും ബെറ്റർ ആയിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയുടെ കാര്യമാണ് ഞാൻ ഇന്നിവിടെ പറയുന്നത്. അതായത് നിങ്ങളിപ്പോൾ ഇൻ്റർമീഡിയറ്റ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുകയാണ്. അപ്പോൾ ഓൾറെഡി നിങ്ങൾക്ക് അറിയുന്ന ഒരുപാട് കൺസെപ്റ്റുകൾ കാണും, അറിയാത്ത കൺസെപ്റ്റുകൾ കാണും. എന്നാൽ നിങ്ങൾക്ക് ഒരു ആവറേജ് ലെവലിൽ നിൽക്കുന്നതും ഉണ്ടാവും. സോ നിങ്ങൾ അറിയാത്ത പോർഷൻസിനെ പറ്റി നിങ്ങൾ വെറീഡ് ആയിരിക്കും, എങ്ങനെ പ്രിപ്പയർ ചെയ്യണം. ഇപ്പോൾ പലർക്കും ഓഡിറ്റിങ് അതുപോലുള്ള തിയറി പേപ്പേഴ്സ്, ലോ അതുപോലുള്ള തിയറി പേപ്പേഴ്സ് ബുദ്ധിമുട്ടായിരിക്കും. ചിലർക്ക് പ്രോബ്ലം പേപ്പേഴ്സ് ആയിരിക്കും, ചിലർക്ക് ടാക്സേഷൻ അങ്ങനെയുള്ള സബ്ജക്റ്റുകളായിരിക്കും. സോ സബ്ജക്റ്റ് വൈസോ ഗ്രൂപ്പ് വൈസോ ഒക്കെ വെറീഡായിട്ട് നിൽക്കുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ ഞാൻ ഓൾറെഡി ഒരു സ്റ്റഡി സെഷൻ്റെ കാര്യം യൂട്യൂബ് വഴി എല്ലാവരോടും അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ കുറച്ച് പേരൊക്കെ ഉണ്ടായിരുന്നു. നമ്മളിപ്പോൾ ആ ഒരു സെഷൻ ഇങ്ങനെ കണ്ടക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ ഇന്നത്തോടു കൂടി അക്കൗണ്ട്സ് കംപ്ലീറ്റ് ആയി, ഫിനാൻഷ്യൽ അക്കൗണ്ട്സ് കംപ്ലീറ്റ് ആയി. നാളെ മുതൽ നമ്മൾ കോസ്റ്റിംഗ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അതിനോടൊപ്പം ഓഡിറ്റിങ്ങും നടക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, അതിൽ ജോയിൻ ചെയ്ത് കുറച്ച് പേര് കണ്ടിന്യൂസ് ആയിട്ട് കൺസിസ്റ്റൻ്റ് ആയിട്ട് അവരിത് ഫോളോ ചെയ്ത് പഠിക്കുന്നുണ്ട്. അവർക്ക് അതിൻ്റേതായ ബെനിഫിറ്റ് ഉണ്ട് എന്നാണ് അവരെന്നോട് റിവ്യൂ ചെയ്തത്. സോ അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുകയാണ്, നിങ്ങൾ ഈ ജൂൺ എക്സാമിൽ 2025 എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ റിസോഴ്സസും ആവശ്യമാണ്. അതായത് എന്തൊക്കെ ക്വസ്റ്റ്യൻ ചെയ്യണം, ഏതൊക്കെ പ്രീവിയസ് ഇയർ നോക്കണം, എങ്ങനെയാണ് ഒരു ക്വസ്റ്റ്യൻ, ഒരു MCQ ആയിക്കോട്ടെ ഡിസ്ക്രിപ്റ്റീവ് ആയിക്കോട്ടെ, അതെങ്ങനെയാണ് വരുന്നത്, അതെങ്ങനെ പ്രസൻറ്റേഷൻ ചെയ്യണം തുടങ്ങിയ എല്ലാ കാര്യങ്ങളും നമുക്ക് ഒരു സ്ഥലത്ത് കിട്ടുകയാണ്. നമ്മൾ ജസ്റ്റ് കൺസെപ്റ്റ് പഠിച്ചത് കൊണ്ട് മാത്രം കാര്യമില്ല, നമുക്കത് പ്രോപ്പറായിട്ട് പ്രസൻറ്റ് ചെയ്യാൻ അറിയുന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്കതിനനുസരിച്ച് മാർക്ക് കിട്ടത്തുള്ളൂ. ആ കറക്റ്റ് പ്രസൻറ്റേഷൻ നീറ്റ് ആൻഡ് ക്ലിയർ ആയിരിക്കണം. അത് നമുക്ക് ഏറ്റവും അട്രാക്റ്റീവ് ആയിരിക്കണം. ആവശ്യമുള്ള കൺസെപ്റ്റ് അതിൽ വേണം. അതെല്ലാം കറക്റ്റ് ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്കൊരു മാർക്ക്, ഒരു 7 മാർക്ക് ക്വസ്റ്റ്യൻ ആയിക്കോട്ടെ 14 മാർക്ക് ക്വസ്റ്റ്യൻ ആയിക്കോട്ടെ, നമുക്കത് കിട്ടണം എന്നുണ്ടെങ്കിൽ കറക്റ്റ് ആയിരിക്കണം കാര്യങ്ങൾ. സോ നിങ്ങൾക്ക് ആവശ്യമായിട്ട് ഒരു സബ്ജക്റ്റിനെ സംബന്ധിച്ച് ഓരോ ചാപ്റ്റർ വൈസ് ആയിട്ട് നിങ്ങൾക്ക് എന്തൊക്കെയാണ് പഠിക്കാനുള്ളതെന്ന് തിയറി വൈസും പ്രോബ്ലം വൈസും ഞാൻ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും. പ്ലസ് അതിനാവശ്യമായിട്ട് ഓരോ ചാപ്റ്ററിൻ്റെയും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് അതാത് ചാപ്റ്ററിൽ തന്നെ ഡീൽ ചെയ്യും. അതിൻ്റെ ഒരു ബെനിഫിറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ടൈം കൺസ്യൂമിംഗ് ആണ് എന്നതിലുപരി നമുക്കത് ഏറ്റവും കൂടുതൽ കോൺഫിഡൻസ് നമ്മുടെ ബൂസ്റ്റ് ചെയ്യാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യും. കാരണം നമ്മൾ ഒരു ചാപ്റ്റർ പഠിച്ച് അതിൻ്റെ 4 അറ്റംപ്റ്റ് ഇപ്പം 4 അറ്റംപ്റ്റിൽ എക്സാം സിലബസ് മാറിയതിന് ശേഷം 4 അറ്റംപ്റ്റ് എക്സാം വന്നിട്ടുണ്ട്. സോ ഈ 4 അറ്റംപ്റ്റിലെ ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കുമ്പോൾ ഈ ചാപ്റ്ററിൻ്റെ റെലവൻസും നമുക്ക് മനസ്സിലാവും. ഈ ചാപ്റ്ററിന് എത്രത്തോളം വെയിറ്റേജും പ്രിവിലേജും ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. സോ നമുക്ക് എന്ത് ചെയ്യാം, അതിനനുസരിച്ച് ചാപ്റ്റേഴ്സിനൊരു ഒരു കാറ്റഗറി ആക്കി നമുക്ക് പഠിക്കാനായിട്ട് പറ്റും. ഞാൻ ഒരു സബ്ജക്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത്, ഇപ്പോൾ അക്കൗണ്ട്സ് ആണ് നമ്മൾ ഓൾറെഡി കംപ്ലീറ്റ് ചെയ്തത്. അപ്പോൾ അക്കൗണ്ട്സ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ എങ്ങനെയാണ് പഠിക്കാൻ ഉദ്ദേശിക്കുന്നതെന്നും എന്തൊക്കെ ചാപ്റ്റേഴ്സാണ് ഉൾപ്പെടുത്തുന്നതെന്നും ഒക്കെ ഉള്ളത് ആദ്യത്തെ ക്ലാസ്സിൽ ഞാൻ എല്ലാവർക്കും ഡിസ്കസ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതേപോലെ ഇനി വരുന്ന ഓരോ സബ്ജക്റ്റുകൾക്കും ഞാൻ അങ്ങനെ തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ടൈം കൺസ്യൂമിംഗ് ആണ്, കാരണം നോട്ട് പ്രിപ്പയർ ചെയ്യണം, പ്രീവിയസ് ഇയർ എഴുതണം, അതുപോലെ നിങ്ങൾക്കത് ക്ലാസ് എടുക്കണം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അതിനകത്തുണ്ട്. എൻ്റെ ഭാഗത്തു നിന്ന് മാക്സിമം എഫേർട്ട് ഞാൻ പ്രൊവൈഡ് ചെയ്തിട്ടാണ് ഇത് ചെയ്യുന്നത്. അത് കൺസിസ്റ്റൻ്റ് ആയിട്ട് ഫോളോ ചെയ്യുന്നുണ്ടെന്നും അവർക്കത് പോസിറ്റീവായിട്ട് എഫക്റ്റ് ചെയ്യുന്നുണ്ട്. മറ്റ് അറ്റംപ്റ്റുകളെക്കാളും ഒരുപാട് പേര് പറഞ്ഞതാണ് ഇതുവരെയുള്ള അറ്റംപ്റ്റിൽ ഒരു ഹാഫ് പോലും പഠിക്കാണ്ട്, ഒരു 0.5% പോലും പഠിക്കാണ്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. തീർത്തും കൺസെപ്ച്വൽ ക്ലാരിറ്റി ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇത് പഠിച്ചു കഴിഞ്ഞപ്പോൾ ഒരുപാട് ബെനിഫിറ്റ് ഉണ്ട് എന്നുള്ള തരത്തിലുള്ള റിവ്യൂസൊക്കെ എനിക്ക് മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു ജോയിൻ ചെയ്തവരെ. സോ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഇതൊരു നൈസ് പ്ലാറ്റ്ഫോമാണ്, നിങ്ങൾക്കിത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാം. ഇപ്പോൾ എന്നെ സംബന്ധിച്ച് ഞാൻ ഇതിനകത്ത് 85% ആണ് തരുന്നത്. അതായത് നമ്മുടെ സിലബസിൻ്റെ 85% ഞാൻ ഇതുപോലെ വെയിറ്റേജിൻ്റെയും ഓരോ കാര്യങ്ങൾ നോക്കിയിട്ട് അത് ഞാൻ 85% സെലക്ട് ചെയ്തിട്ടുണ്ട്. ആ 85%ൻ്റെ ക്ലാസ് കംപ്ലീറ്റ് ആയിട്ട് തരും, ക്ലാസ്സസ് ഫുള്ളായിട്ട് തരും. അതിനകത്ത് ഫുൾ നോട്ട്സ് നിങ്ങൾക്ക് തരും. ഓരോ ചാപ്റ്ററിൻ്റെ പ്രീവിയസ് ഇയർ അവിടെ തന്നെ തീർക്കും. അങ്ങനെ കംപ്ലീറ്റ് ചെയ്ത് പോകുന്നത് കൊണ്ട് തന്നെ നിങ്ങൾക്കൊരു കോൺഫിഡൻസ് ഉണ്ടാകും. ഒരു സബ്ജക്റ്റ് തീർത്തിട്ടേ നമ്മൾ അടുത്തൊരു സബ്ജക്റ്റ് സ്റ്റാർട്ട് ചെയ്യത്തുള്ളൂ. ഇപ്പോൾ അക്കൗണ്ട്സ് കഴിഞ്ഞിട്ടുണ്ട്, ഇപ്പോൾ നമ്മൾ കോസ്റ്റിംഗ് സ്റ്റാർട്ട് ചെയ്യുകയാണ്.
സെക്കൻഡ് ഗ്രൂപ്പിനെ സംബന്ധിച്ച് ഓഡിറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം സെക്കൻഡ് ഗ്രൂപ്പിന് കുറച്ച് കഴിഞ്ഞിട്ടാണ് ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്തത്. സോ ഇപ്പോൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. സോ ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ നമ്പർ കൊടുക്കാം, നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാം. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഇപ്പോൾ ജോയിൻ ചെയ്താലും ഇല്ലെങ്കിലും എനിക്ക് നിങ്ങളോട് പറയാം. അപ്പോൾ ജോയിൻ ചെയ്യുവാണെങ്കിൽ ഇപ്പോൾ ഇന്നാണ് നിങ്ങൾ ജോയിൻ ചെയ്തതെങ്കിൽ നാളെ മുതൽ നിങ്ങൾക്ക് ആ ടിൽ ദ ഡേറ്റ് ഓഫ് എക്സാം അതുവരെയുള്ള നിങ്ങളുടെ ആ ഒരു എങ്ങനെ പ്രിപ്പയർ ചെയ്യണം, ടൈം ടേബിൾസ് എങ്ങനെയാണ്, കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് തരും. ക്ലാസ്സും നോട്ടും പ്രീവിയസ് ഇയറും തരുന്നതിലുപരി നിങ്ങൾക്ക് പ്രീവിയസ് ഇയർ എല്ലാം ക്ലാസ് ചെയ്തേ പോകത്തുള്ളൂ. സോ അതിലൊന്നും വെറീഡ് ആവണ്ട, പറഞ്ഞു തരും. പിന്നെ അതുപോലെ തന്നെ നിങ്ങളിപ്പോൾ ഇന്നാണ് ജോയിൻ ചെയ്യുന്നതെങ്കിൽ നാളെ മുതൽ ആ എക്സാം ഡേറ്റ് വരെയുള്ള നിങ്ങൾക്ക് എങ്ങനെ പഠിക്കണം എന്നുള്ള ഗൈഡ് ലൈൻസും കാര്യങ്ങളും തരും. ഏത് ഡൗട്ട് എപ്പോൾ തോന്നിയാലും നിങ്ങൾക്ക് എന്നോട് ഓപ്പൺ ആയിട്ട് ചോദിക്കാം. സോ ഈ രീതിക്കാണ് ഈ ഒരു സെഷൻ കണ്ടക്ട് ചെയ്തിരിക്കുന്നത്. സോ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ നമ്പർ കൊടുക്കാം, കോൺടാക്ട് ചെയ്താൽ മതി.